guys, good morning and welcome back to yet another video of Honestly Shifa. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ അക്കാഡമിയിലെ ക്രിസ്മസ് ഡേയുടെ സെലിബ്രേഷൻ ആണ്. സോ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോയും പിന്നെ ഹൗ ടു ഐ ഗെറ്റ് റെഡി അതിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ ആണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നടക്കുമെന്നറിയില്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി. ഓക്കെ, സോ ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. സോ അങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനി നമുക്ക് റെഡി ആവാൻ മാത്രം മതി. റെഡിയാക്കി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ബാഗിലൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ലിപ്സ്റ്റിക്ക് അതൊക്കെ മാത്രമല്ലേ ഞാൻ ഇടുള്ളൂ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് റെഡി ആയിട്ട് പോകാം. നേരെ ഔട്ട്ഫിറ്റ് ചേഞ്ചിലോട്ട് പോകാം. തരാ. അപ്പോൾ ഞങ്ങളുടെ തീം എന്ന് പറഞ്ഞത് വൈറ്റ് അല്ലെങ്കിൽ റെഡ് ആണ്. അപ്പം ഞാൻ രണ്ടും ഇട്ടു. വൈറ്റ് ടോപ്പും വൈറ്റ് ഷർട്ടും പിന്നെ ഒരു റെഡ് പാൻസുമാണ് ഞാൻ ഇട്ടേക്കണത്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഞാൻ ഫൗണ്ടേഷനാണ് ഫസ്റ്റ് ഇടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് കൺസീലർ. മേബിലിൻ്റെ ഇൻസ്റ്റൻറ്റ് ഏജ് റിവൈൻഡിൻ്റെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്താം. ബ്ലഷ് gonna be using Packet Zara. രണ്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. See, so much pigmented, right? ഐലൈനർ. അപ്പം യൂസിങ് മേബിലിൻ്റെ ഐലൈനർ. ഞാനിതിൻ്റെ ഷോർട്സ് വീഡിയോ ഇടുന്നത് എന്നെ സൂപ്പർ വൈറലായി. ഗസ് മസ്കാരയ്ക്ക് വേണ്ടിയിട്ട് മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള മസ്കാരയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാഴ്സിൻ്റെ തന്നെ ഈ മസ്കാര. ലിപ്സ്റ്റിക്. Obviously, I'm gonna go for Mars. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം. So this is the outfit. White shirt and ഇതാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ച പാൻസ്. ക്ലാസ്സിലത്തുള്ളവരെ എല്ലാവരും എത്തിയിട്ടുണ്ട്. 1 2 3 18 പിള്ളേരാണ് ഉള്ളത്. എങ്കിലും 4 പേരെ വന്നിട്ടുള്ളൂ. നല്ല പിള്ളേരാ. നല്ല കാര്യമാണ്. സാർ എന്തോ സാധനം ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ? ഇത് കണ്ടിട്ട് നിനക്ക് എന്തേലും തോന്നുന്നോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്രിസ്മസ് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പം എല്ലാവരും അതിൻ്റെ ബിസിയാണ്. കാണാം, ഇവിടെ എല്ലാവരും ഉണ്ട്. അർജുനുണ്ട്, അദൃശ്യേച്ചി, ആദ്യത്തെ റെഡ് ബെഡ് വന്നിട്ട് ഇതൊക്കെ ഭയങ്കര ലുക്കിലാണ്. 10 മണിക്ക് വരണതൊക്കെ ഏകദേശം 11 മണി. ബട്ട് ഡെക്കറേഷൻ ഞങ്ങൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആയതുകൊണ്ട് നമ്മുടെ ഡെക്കറേഷൻ എപ്പോഴും ഫുള്ളായിട്ടില്ല. ബട്ട് അതാകും. ഹായ്, ഇവിടെ ഒരു കൂട്ടം പേര് ഡിസൈൻ വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാവരും ഹായ് തുടങ്ങി ബ്ലോഗിന്. അങ്ങനെ ഫൈനലി പരിപാടി തുടങ്ങി കേട്ടോ. ഫസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഗെയിമായിരുന്നു. ഗെയിം എന്താന്ന് വെച്ചാൽ ഒരു ബോൾ നടുക്ക് വെക്കും, എന്നിട്ട് അതിനെ ചുറ്റിനും 15 പ്രാവശ്യം ചുറ്റുക. അതായിരുന്നു എന്നിട്ട് ടാസ്ക്. അങ്ങനെ നമ്മുടെ ക്ലാസ്സിലത്തെ പിള്ളേരെ ഫുൾ റെഡി ആയിട്ട് ഇരിക്കായിരുന്നു ഈ ഗെയിം കളിക്കാനായിട്ട്. 5 പ്രാവശ്യം ചുറ്റി കഴിഞ്ഞിട്ട് ആ ചെറിയതായിട്ട് കാണുന്ന ഒരു ഗോൾ പോസ്റ്റില്ലേ, അതിൽ പോയി അടിക്കാന്നുള്ളതാണ് അവസാനത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഒബിയസ്ലി ഇതേപോലത്തെ ഗെയിം തരുമ്പോൾ നമ്മുടെ ട്രെയിനേഴ്സ് ആയിരിക്കില്ലേ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഞങ്ങൾ പണിയും കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ അജ്ലു സാർ. അങ്ങനെ ഫസ്റ്റത്തെ ആളായിരുന്നു നമ്മുടെ ക്ലാസ്സിലത്തെ അർജുൻ. നെക്സ്റ്റ് വന്നത് ആഷിക്കായിരുന്നു.
ഫസ്റ്റ് ഗെയിം ആയിരുന്നു ബലൂൺ തട്ട്, അതിനൊപ്പം തന്നെ പിരമിഡ് പണിയുന്നത്. അങ്ങനെ ഫൈനലി സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തക്കാശി പോയിട്ട് മന്തിയാണ് ഓർഡർ ചെയ്തത്. അത് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. സോ ഗൈസ്, ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു. വി ഹാഡ് സോ മച്ച് ബ്ലാസ്റ്റ് ദി അക്കാഡമി. ഉള്ളത് വീഡിയോ ഒന്നും പറയാനായിട്ട്. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ എപ്പോഴെങ്കിലും വെച്ച് കാണാം. ഓൾസോ ഫോളോ മൈ ഇൻസ്റ്റഗ്രാം വിച്ച് ഐ എം ഗോണ ബി ഷോയിങ് യു ഗൈസ് ഹിയർ. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ ഡു കമൻറ്റ് യുവർ സജഷൻസ് ബിലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.